കടൽ വെള്ളം രുചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാവിനെ കീഴ്പ്പെടുത്തുന്ന ആ ഉപ്പിന്റെ ഉറവിടം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുഴകൾ കടലിലേക്ക് ഉപ്പ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുഴവെള്ളത്തിന് ഉപ്പില്ല? കോടിക്കണക്കിന് വർഷങ്ങളായി കടലിലെത്തുന്ന ഉപ്പിന്റെ വലിയൊരു നിഗൂഢതയാണ് ശാസ്ത്രം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മഴ ഒരു തുള്ളി വെള്ളമായി ആകാശത്ത് നിന്ന് വീഴുമ്പോൾ അത് വെറും വെള്ളമല്ല. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് അത് കാർബോണിക് ആസിഡ് എന്ന നേർത്ത അമ്ലമായി മാറുന്നു. മലകളിലും പാറകളിലും പതിക്കുമ്പോൾ ഈ അമ്ലം പാറയിലെ സോഡിയം, ക്ലോറിൻ, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളെ അലിയിച്ചെടുക്കുന്നു. ഈ ധാതുക്കളുമായാണ് പുഴകൾ ഒഴുകി ഒടുവിൽ കടലിൽ എത്തിച്ചേരുന്നത്. സൂര്യന്റെ ചൂടിൽ കടൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ വെള്ളം ആവിയായി പോകുമെങ്കിലും പുഴകൾ കൊണ്ടുവന്ന ഉപ്പ് കടലിൽ തന്നെ അവശേഷിക്കുന്നു. ഏകദേശം 400 കോടി വർഷങ്ങളായി ഈ പ്രക്രിയ തുടരുന്നു. കടലിലെ ഈ ഉപ്പുവെള്ളം വാരിയെടുത്ത് കരയിൽ വിരിച്ചാൽ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും മുകളിൽ ഏകദേശം 150 മീറ്റർ കനത്തിൽ, അതായത് ഒരു 40 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ഉപ്പുപാളികൾ ഉണ്ടാക്കാൻ സാധിക്കും. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് കടൽ അനുദിനം കൂടുതൽ ഉപ്പുള്ളതാകുന്നില്ല? ഇതിന് പിന്നിലും പ്രകൃതിയുടെ അത്ഭുതകരമായ ബാലൻസിംഗ് ഉണ്ട്. കടലിന്റെ അടിത്തട്ടിലെ അവശിഷ്ടങ്ങൾ, അഗ്നിപർവ്വത വിള്ളലുകൾ, കാറ്റിനൊപ്പം കരയിലേക്ക് മടങ്ങുന്ന ഉപ്പുകണങ്ങൾ എന്നിവ വഴി ഉപ്പിന്റെ അളവ് ഏകദേശം ഒരേ നിലയിൽ തന്നെ തുടരുന്നു. നമ്മുടെ രക്തത്തിലും വിയർപ്പിലും കണ്ണീരിലും കടലിലെ അതേ ധാതുക്കളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ജീവൻ കടലിൽ പിറന്നു എന്ന ശാസ്ത്ര സത്യം നമ്മുടെ ഞരമ്പുകളിലൂടെ ഇപ്പോഴും ഒഴുകുന്ന ആ ഉപ്പുവെള്ളത്തിൽ തെളിയുന്നു. കടലിനെ നമ്മൾ ഉപേക്ഷിച്ചെങ്കിലും ആ ഉപ്പും ധാതുക്കളും ഇന്നും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു. ഈ മഹാപ്രപഞ്ചത്തിൽ അതിസൂക്ഷ്മമായ ബാലൻസിംഗ് ആണ് കടലിനെ ജീവന്റെ ഉറവിടമായി ഇന്നും നിലനിർത്തുന്നത്. പ്രകൃതിയുടെ ഓരോ തുള്ളിയിലും ഒളിഞ്ഞിരിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഈ അറിവ്.